ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ഫുഡ് ഉണ്ടാക്കാൻ പോണ്. ഒരു മഹാരാഷ്ട്ര ഫുഡാണ്. അപ്പം അതിൻ്റെ പേര് പോഹ എന്നാണ്. അത് ഉണ്ടാക്കുന്നത് ചേച്ചിയേട്ടാ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട മെയിൻ ഐറ്റംസ് ഇതാണ്. അവില്, വെള്ള അവിലാണ് നമ്മൾ ഇതിന് എടുക്കുന്നത്. പിന്നെ നമുക്കിത് സവോള വേണം, മല്ലിയില വേണം, കറിവേപ്പില വേണം, പച്ചമുളക് വേണം. പിന്നെ ഇത് പച്ച കപ്പലുണ്ട്. പച്ച കപ്പൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സാധനങ്ങൾ വേണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ അവിലൊന്ന് വെറുതെ ഒന്ന് നനച്ചെടുക്കണം കേട്ടോ. ഫുള്ള് നനയ്ക്കില്ല. എന്താ വെച്ചാൽ ഇത് കട്ടി കുറഞ്ഞ അവിലായ കാരണം നമുക്ക് കൂടുതൽ വെള്ളത്തിൽ നനച്ച് കഴിഞ്ഞാൽ അത് കുതിർന്ന് പോയി പിന്നെ ഈ സംഭവം ഉണ്ടാകുന്ന കുഴഞ്ഞു പോകും. അപ്പോൾ കട്ടിയുള്ള അവിലൊക്കെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് കട്ടി കുറഞ്ഞാണ് ഇത് കണ്ട. നമ്മൾ കുറച്ചൊന്ന് നനച്ചെടുക്കണുള്ളൂ ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ അവല് നനച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിൽ കുറച്ച് പഞ്ചസാര ഇടാൻ പോകണം. കുറച്ച് ഇടാം, അധികമല്ല, കുറച്ച് പഞ്ചസാര ഇടും. പിന്നെ നമ്മൾ അടുത്തേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടേണ്ടത്. ഉപ്പ് കുറച്ച് ഇടുക. അപ്പോൾ നമ്മളിത് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ അല്ല, നമ്മൾ ഇതിന് ഓയിലാണ് ഒഴിക്കേണ്ടത്. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കപ്പലിൻ്റെ ഒന്ന് വറുത്ത് കോരി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നോക്കണം, അധികം കറുത്ത് പോരുതിട്ട്. അതിന് മുമ്പ് നമ്മളിത് എടുക്കണം. നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എടുക്കണത് നമ്മൾ കപ്പലിൻ്റെയൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞത് കുറച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ അടുത്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കടുക് കുറച്ച് ഇടണം. കടുക് ആദ്യം കടുക് ഇട്ടു നമ്മൾ. അപ്പോൾ ഈ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ജീരകം ഇടണം. ജീരകം, ചെറിയ ജീരകമാണ് ഇടേണ്ടത്. അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇടണം. പച്ചമുളക്, അടുത്തത് സവോള, അടുത്തായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. കറിവേപ്പില ഇടണം. അപ്പോൾ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും പല രീതിയിലൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ പക്ഷേ ഇതിന് മുമ്പും ചെയ്തിരുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഏകദേശം സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മെയിൻ സാധനം ഇടാൻ പോകണം. അവല് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അടുത്തത് നമ്മൾ കപ്പലിൻ്റെയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച് കപ്പലിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ഐറ്റം എന്ത്, മല്ലിയില മുകളിൽ വന്നിട്ട് വിതറി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടാണ് മിക്സ് ചെയ്യുക. നമ്മുടെ സംഭവം ആയതുകൊണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടാണ്. നമുക്ക് അവർക്കൊക്കെ കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ഇതേ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അവിടെ കുഞ്ഞുവാവ, കുഞ്ഞുവാവ ഭക്ഷണം കഴിച്ചോണ്ടേ. കുഞ്ഞുവാവയ്ക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടാ. ഇതേ നോക്കിയേ, ഓരോരുത്തരുടെ അടുത്ത് നോക്കിയേ, എന്നാ കഴിച്ചു നോക്കിയേ. എന്താ അഭിപ്രായം പറയണേ. എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട്? അടിപൊളി.
ഇനി അടുത്ത ആൾക്ക് കൊടുക്കൂ. ആദരം നോക്കി എങ്ങനെയുണ്ടെന്ന്. അതോടെ സൂപ്പർ. അമ്മ നോക്കിയേ. അപ്പൊ ഇത് ഉണ്ടാക്കിയ ആള് ഇവിടെ ഉണ്ടേ. ഉണ്ടാക്കിയ ആളെന്നെ കഴിച്ചു നോക്കുമെന്ന്. ഇനിയിപ്പോ ഞാൻ ഒന്ന് കഴിച്ചോട്ടെ. ഇപ്പൊ അടിപൊളി സാധനം ഉണ്ടോ? അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അടിപൊളി സാധനമായിരിക്കും. അപ്പൊ സംഭവം അടിപൊളി സംഭവമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ സാധനമായിരിക്കും ഇതാ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.